പിന്നെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഈ ചെടി ഇത് വലിക്കാൻ തുടങ്ങിയത് എന്നാന്നോ എപ്പോഴാന്നോ മനുഷ്യന് ഒരു ധാരണയില്ല. ഇത് ആദ്യം തിന്നുമായിരിക്കും ചെയ്തത്, തിന്നപ്പോ എന്തോ കറങ്ങിപ്പോയി അങ്ങനെ. ശിവനൊക്കെ അതൊക്കെ വിട്ടേക്ക് അന്നോ കാലം തൊട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ചിലപ്പോൾ DNA വല്ല കൂടുതലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പാരമ്പര്യത്തിൽ എവിടെയൊക്കെയോ കഞ്ചാവൊക്കെ വലിച്ചവരൊക്കെ കാണും. അതിന്റെ ബാക്കിയെ കാണത്തുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ശിവൻ വരെ, അതായത് ദൈവം വരെ ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ല, അങ്ങനൊന്നും നോക്കുന്നില്ല. അവര് പറയുന്നത് നമുക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്നത് ഇത് തലമുറകളായിട്ട് ഇപ്പൊ മദ്യം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ സാധനമായിരിക്കും ഒരു എന്താ സബ്സ്റ്റൻസ് ആയി ഇത് ഈ കിക്ക് കിട്ടുന്നത്. അത് കഞ്ചാവും പിന്നെ എന്തെങ്കിലും വേറെ ഇപ്പൊ തെങ്ങുകളിലൊക്കെ കണ്ടുപിടിക്കാൻ സമയം എടുത്ത് കാണും. ഇതെന്ന് വെച്ചാൽ ഒരു ചെടിയാ, ആരെങ്കിലും പറിച്ച് പോകുന്ന വഴിക്ക് തിന്നു കഴിഞ്ഞപ്പോ ഇതിനകത്ത് എന്തോ ഉണ്ട്, ഇത് കണ്ടപ്പോ കറങ്ങി കിറങ്ങി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും. പക്ഷെ ഈ സംഭവം ഇതിനകത്തുള്ള രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ അത്ര ഇല്ലീഗലാണോ എന്ന് ചോദിച്ചാൽ ഇത് വലിക്കുന്നവരൊന്നും ഇല്ലീഗൽ അല്ല. താൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കറങ്ങുന്ന സ്വാമിമാരെയൊക്കെ പറ്റി ആ മൈത്രേയം പറഞ്ഞു കേട്ടില്ല, അവരെല്ലാം പിടിച്ച് ജയിലിടുവാണ്. ബാങ്കും ലീഗലായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നിശ്ചിത അളവ്, അതായത് ഇത്ര ഗ്രാം 3 ഗ്രാം അതുകൊണ്ട് കുറച്ച് വെച്ച് കൈ വെച്ചാൽ അത് വലിയ കേസൊന്നും ആകത്തില്ല. ഒരു ചെറിയ പെറ്റി കേസ് അടിച്ച് വിടത്തേ ഉള്ളൂ. അല്ലാതെ ശിക്ഷാർഹമൊന്നും അല്ല പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പെറ്റി കിട്ടും, സിഗരറ്റ് പുറത്തു നിന്ന് വലിച്ചാൽ കിട്ടുന്നതൊരു പെറ്റി. അപ്പൊ അതിനെ അങ്ങനെ യൂസ് ചെയ്ത ഒരാളെ പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നും ചെയ്യാനും ഇല്ല. കഞ്ചാവാണെങ്കിൽ MDMA ആണെങ്കിൽ മാറും. ഇത് ഈ സോഫ്റ്റ് ഡ്രഗും ഹാർഡ് ഡ്രഗും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ടാണ് ഇവിടെ ഈ സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇതെല്ലാം ഈ ലീഗലാക്കുക എന്ന് വിചാരിച്ചു. ഈ ലീഗലാക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സേഫ് ആവുക ചെയ്യുന്നത്. ശരിക്കും ലീഗലാക്കണം അഭിപ്രായം. അതെ, ലീഗലായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ഈ സാധനം കൊടുക്കണം. അതും പ്രിസ്ക്രിപ്ഷനോട് കൊടുക്കാം. ഇനി അല്ലാതെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആരെങ്കിലും എടുത്തോണ്ട് ഏതെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് മേടിച്ചാൽ തന്നെ ഇപ്പൊ കാനഡയുടെ അവസ്ഥ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അവിടെ എല്ലാവരും എങ്ങനെ അടിക്കുന്നതാണ്. അവിടെ തനിക്ക് പുറത്തും കിട്ടും, മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ അല്ലാത്ത സാധനം വില കുറവായിരിക്കും. ചിലപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിൽ വരുന്നതിന് അവിടെ വില കുറവാണ്. അല്ല ഇതിന് കൂടി എന്തെങ്കിലും സാധനം കൂടെ മിക്സ് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ എന്തോ വരുന്നുണ്ട്, അതിന് ചിലപ്പോൾ വേറെ വിലക്ക് ഈ സാധനം കിട്ടും. ഒരു പുറത്തുനിന്ന് മേടിക്കുക. പക്ഷെ അവിടെ പിന്നെ ഒരു ലാബ് കൂടെ ഉണ്ട്. ഇപ്പൊ MDMA പോലത്തെ സാധനം എടുത്ത് മേടിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ അടിക്കുന്ന, അപ്പോൾ അവൻ മേടിച്ചിട്ട് അവനെ ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യും. ഈ MDMAക്കകത്ത് വേറെ എന്തോ ഒരു കെമിക്കലോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ മാഫിയ ടീമിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അഡിക്ഷനും ഉണ്ടാക്കുക എന്നുള്ളത്. എന്നാലേ അവർക്ക് ഇത് വിറ്റ് കാശ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ത്യ വിൽക്കുന്ന മൊത്തം അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനം ആയിരിക്കത്തില്ലേ. ഇവിടെ ഈ കൊച്ചുകളെ കിട്ടിയത് മൊത്തം അഡിക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലേ മാഫിയ ചെയ്തുള്ളൂ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇത് ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഡ്രഗ് അഗൈൻസ്റ്റ് വാർ എന്നും പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ ഈ കളി കളിച്ചിട്ട് പല രാജ്യങ്ങളും അത് വേണ്ടെന്ന് വെച്ചത് അതിനകത്ത് ഇത് നടപടി ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് നിൽക്കത്തില്ല. പക്ഷെ സർക്കാരുകൾ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒരു കാര്യമില്ല. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയോ. ഈ കഞ്ചാവ് ഉണ്ടായതിനു മുമ്പ് ചിലപ്പോൾ ഇമാർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരിടയ്ക്ക് മദ്യം വിഷമാണ്, മദ്യം മറ്റേതാണ് മറിച്ചാണെന്ന് വന്ന ടീമുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്താ മദ്യം വലിയ വിഷമാണ്. അല്ല ഇപ്പൊ MDMA വന്ന പിന്നെ മദ്യത്തിന് വലിയ പേര് ദോഷം ഇല്ലല്ലോ. എന്നാൽ മദ്യത്തിനുള്ള പ്രശ്നം മദ്യത്തിന് ഇപ്പോഴും ഉണ്ട്.